സ്റ്റൈലിഷ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാറ്റേൺ 3 കളേഴ്സ് എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള 3 പാറ്റേൺസ് ആണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല കളർ ഷെയ്ഡ്, അതായത് നല്ല പേസ്റ്റലിൻ്റെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. അതും എല്ലാവർക്കും ഇഷ്ടമുള്ള യെല്ലോ, അതുപോലെ തന്നെ പേസ്റ്റൽ ഗ്രീനും പേസ്റ്റൽ പീച്ചും കൂടിയിട്ട്. അതും കോൺസെപ്റ്റോ നമ്മുടെ പാൽക്കട്ട്. നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 3 പാൽക്കട്ടാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ക്ലോത്ത് എന്ന് പറയുന്നത് ഡയബിൾ ജോർജറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനൊരു ഡിസൈനർ യോക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലിങ്ങും അതുപോലെ ഒരു പ്ലീറ്റഡ് പാറ്റേൺ വിത്ത് നല്ലൊരു ഡിസൈനർ യോക്ക് എന്ന് പറയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും. അതുപോലെ തന്നെ സ്പെഷ്യലാണ് ഇതിൻ്റെ ഈ ഒരു 3 പാൽ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിനൊരു ഫീലും എലഗൻസും വേറെയാണ്. ദ സെയിം ടൈം നമ്മളുടെ സ്ലീവ്സിലും കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനർ സ്ലീവാണ്. സ്പ്രെഡിങ്ങും അതുപോലെ തന്നെ ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും പ്ലീറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ സ്ലീവാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. അതായത് എന്താ പറയുക, നമ്മുടെ ദുപ്പട്ട നല്ല ഭംഗിയായിട്ടുള്ള ഷിഫോണിലൊരു ദുപ്പട്ട. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ചേർച്ച് വെയർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 3 കളേഴ്സാണ്. ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ബേബി യെല്ലോ ഷെയ്ഡ്. ദ വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. നോക്കാം. സെക്കൻഡ് കളർ പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു എന്താ പറയുക, ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് വരുന്നത് ഒരു പാൽക്കട്ടാണ്. അതിന് തന്നെ നമ്മളൊരു ഡിസൈനർ യോക്കും കൂടെ വരുമ്പോൾ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഷേപ്പ്, ആ ഒരു തന്നെ പാനൽസിന് ഏറ്റവും കൂടുതൽ വരിക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നല്ല ട്രിം ആയിട്ടുള്ളൊരു ഫീലും കൂടി കിട്ടും. അങ്ങനെയുള്ളൊരു പാറ്റേണാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് സ്റ്റൈലിങ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് ഡിസൈനർ യോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതാണ് വരുന്നത് കംപ്ലീറ്റ് ഒരു പ്ലീറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ അതിൽ സ്റ്റോൺസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു സെർദോസി സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അപ്പർ പ്രീമിയം ആ ഒരു സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള നല്ലൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ സെക്കൻഡ് കളർ കണ്ടു. ഇനി നമുക്ക് പീച്ചും കൂടി നോക്കാം. ഫസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പേസ്റ്റൽ പീച്ച് ടോണാണ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് പീച്ചും അതുപോലെ തന്നെ ആ ഒരു ഗ്രീനിൻ്റെ കോംബോയും കൂടി വരുമ്പോൾ ഭയങ്കര രസമുണ്ട്. കാരണം കണ്ട നമ്മൾ ദുപ്പട്ട നോക്കിയാൽ മനസ്സിലാവും. കണ്ട ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസ്സിയാണ്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഷേപ്പ് ഉണ്ട്, ഈ 3 പാനലിന് വരുമ്പോൾ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇച്ചിരി വണ്ണമുള്ളവർക്കൊക്കെ ആ ഒരു കുറേ പേര് അങ്ങനെ ഉണ്ട്, അത് ഭയങ്കര ഷേപ്പ് വേണം അല്ലെങ്കിൽ നല്ലൊരു ഫീൽ വേണം, അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഈ പാനൽ കട്ട് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഹാൻഡ് വർക്ക് സ്റ്റൈലിംഗ് തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു സെർദോസി അതുപോലെ അതിൻ്റെ ഫിനിഷിങ്, ആ യോക്ക് ഡിസൈൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ശ്രമകരമായ പണി തന്നെയാണ്. പക്ഷേ ഓരോന്നിനും നമ്മളിടുന്ന എഫേർട്ടിനാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാറ്റേൺ കൂടി നോക്കാം. ഇതാണ് സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഓവർലാപ്പ് കോൺസെപ്റ്റ് വിത്ത് ടൈ ഓപ്ഷനൊക്കെ നല്ല ഭംഗിയില്ലേ. കാരണം എല്ലാവരും നല്ല ഹോളിവുഡിലൊക്കെ നല്ല ആക്ട്രസസ് ഒക്കെ ഇടുമ്പോൾ നല്ല രസമുള്ള ഒരു ഫീലുള്ള നല്ല ഡ്രസ്സാണ്. ഇതിന് ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു ഓവർലാപ്പ് വന്നിട്ട് നമ്മൾ അതിനകത്ത് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പിനേഷനാണ്. ഒരു യെല്ലോ ആയിട്ടുള്ള അതിൻ്റെ ഒരു മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല 2 ഷെയ്ഡ്സാണ്. കണ്ടോ, ഈ ഒരു ഷെയ്ഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പോലും അത്രയും ഭംഗിയായിട്ട് നല്ല സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാൻ കിട്ടുന്നത്. അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല സിൽവർ കോമ്പിനേഷൻ സെർദോസീസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു കോൺസെപ്റ്റ്. അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ താഴെ കണ്ട ആ ഒരു സ്കെൽ ഓഫ് ഫിനിഷ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത്. അത് കൂടാതെ ഈ ഒരു ഗാദറിങ് സ്റ്റൈലൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ സെലിബ്രിറ്റി സ്റ്റൈലിങ്ങിൽ എങ്ങനെയാണോ അവരൊക്കെ ചൂസ് ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റും ആ ഒരു രീതികളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിൻ്റെ ചുടി സ്ലീവ് വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒന്ന് ട്രിമ്മായിട്ടുള്ള ഒരു ഫീൽ കിട്ടും. അത് മാത്രം നമുക്കൊരു ഹൈറ്റ് ഫീൽ ചെയ്യും. നല്ല അങ്ങനത്തെ കുറേ മെച്ചങ്ങൾ ഈ ഒരു പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ട നമ്മൾ അറ്റത്തൊരു ലേസൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് പാറ്റേൺ. ഇതിൽ 2 കളേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ്. അതിൽ നമ്മളൊരു ബേബി പിങ്ക് കോൺസെപ്റ്റ് നല്ല ഭംഗിയുള്ള എന്ത് രസമാണെന്ന് അറിയോ, ആ യെല്ലോയും ആ പിങ്കിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ ആ വർക്കിൻ്റെ കോമ്പിനേഷൻ അതുപോലെ ആ സെർദോസി സിൽവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. അതുപോലെ ഹാൻഡ് വർക്ക് സ്റ്റൈലിങ്ങും ആ ഒരു സ്കെലോപ്പ് ചെയ്തിട്ടുള്ള ഫിനിഷ് അതുപോലെ ഈ ഒരു ടൈ എല്ലാം കൊണ്ടും നല്ല രസമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആരെല്ലാം നോക്കിയപ്പോൾ ഇത്ര നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. അത് മാത്രമല്ല ചുടി സ്ലീവ് വരുമ്പോഴൊക്കെ തന്നെ മൊത്തത്തിലൊരു ട്രിം ഫീലുമാണ് നമുക്ക് കിട്ടുക. നല്ലൊരു ഭംഗിയും ഒതുക്കും. പ്രത്യേകിച്ച് ഈ ഒരു തുണിയുടെ തന്നെ ഒരു പ്രത്യേകതയാണ് ആ ഒരു ഒതുക്കം തരിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ഒരു ആസറ്റിസ് നമുക്ക് എന്താ പറയുക നല്ല ഭംഗിയായിട്ട് നിൽക്കാമെന്ന് പറയില്ലേ, ആ ഒരു കോൺസെപ്റ്റ് കിട്ടണതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്ക് ഒന്നും ഇവിടെ എടുത്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കോൺസെപ്റ്റ്. അതുപോലെ ഇത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും കുറച്ച് നല്ല എന്താ പറയുക അതിൻ്റെ ഒരു ഈ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഫീല് നിങ്ങൾ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഒരു എഫേർട്ടും അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് യുണീക്നെസ് വരണേ എന്നുള്ളൊരു കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് കളറും കൂടി നോക്കാം.
നെക്സ്റ്റ് കളർ വരുന്നത് നല്ല പേസ്റ്റൽ പീച്ച് ടോണാണ്. അതിന് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വിൻഡ് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോൻ്റെയും കോമ്പിനേഷനാണ്. അത് നോക്കി നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് സ്റ്റൈലിംഗ് ആണ് കാണിക്കുന്നത്. നല്ല രസമുണ്ടോ അതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സും അതുപോലെ ആ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റും നിങ്ങൾ നോക്കുക. രണ്ട് കളേഴ്സിൻ്റെ ആ ഒരു മിങ്കിൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ്. നല്ല രസമുള്ളൊരു കോമ്പിനേഷനും അതുപോലെ സിൽവർ സർദോസിയും സ്റ്റോൺസും ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ 3 കളേഴ്സ്. നല്ല ഭംഗിയുള്ള ഔട്ട്ഫിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക 9946519063. ഓക്കെ, താങ്ക് യു.